ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനദീപ്തിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജോലി കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് വചനം ശ്രവിക്കുവാനായി നമ്മൾ ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അവൾ നമ്മളോട് സംസാരിക്കുന്ന വചനങ്ങൾ അതിൻ്റെ ആഴങ്ങളിൽ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കൃപ തരണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിലെ ഒരു സംഭവമാണ് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുക. നമുക്ക് ഏവർക്കും സുപരിചിതയായ ഒരു വ്യക്തിയാണ് എലിസബത്ത്, സ്നാപക യോഹന്നാന്റെ അമ്മ. എലിസബത്തിനെ കുറിച്ച് നമ്മൾ അല്പസമയം ചിന്തിക്കാനായിട്ട് പോകുകയാണ്. എലിസബത്തും സക്കറിയായും അടങ്ങിയ കുടുംബം നമുക്കറിയാം. സക്കറിയായും എലിസബത്തും വളരെ നല്ല ഒരു മനുഷ്യരായിരുന്നു. നന്നായി അവർ ജീവിച്ചിരുന്നവരാണ്. അവർ പ്രാർത്ഥനയിലും ഒക്കെ വളരെ മുൻപന്തിയിൽ നിന്ന ഒരു ദമ്പതികളാണ് രണ്ടുപേരും. പക്ഷെ അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, നമുക്കറിയാം. പക്ഷെ കർത്താവ് അവസാനം 12-ാം തിരുവചനത്തിൽ ലൂക്ക 1:12 നമ്മളിങ്ങനെ കാണുകയാണ്. കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. അപ്പോൾ ഈ ധൂപാർപ്പണം നടത്തിയതും പ്രാർത്ഥിച്ചതും ഒക്കെ കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. സംഭവം ഞാൻ ഈ അധ്യായം മുഴുവനൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഒരു ശ്രദ്ധ മാത്രം, ഒരു കാര്യം മാത്രം നമ്മളൊന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണെന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി. എന്തായാലും ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി എലിസബത്ത് കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു. അങ്ങനെ സംഭവങ്ങൾ നടന്നു പോകുമ്പോൾ ഇവിടെ സക്കറിയ മൂകനായി തീരുകയാണ്. നമ്മൾ ഈ എലിസബത്തിൻ്റെയും സക്കറിയായുടെയും ഒക്കെ ജീവിതം നോക്കുമ്പോൾ ഏകദേശം കർത്താവ് കൂട്ടി യോജിപ്പിക്കുന്നവർ ഏകദേശം ഒരുപോലെ പോകുന്നവരാകണമല്ലോ. ഇവിടെ സക്കറിയ ഇവിടെ മൂകനായി പോയി. എലിസബത്ത് 25-ാം അധ്യായത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാതെ അകത്തും കയറിപ്പോയി. രണ്ടുപേരുടെ സ്ഥിതി എന്നോർത്ത് നോക്ക്. ഇതിനു മുമ്പ് പുറത്തൂടെയൊക്കെ ഇറങ്ങി നടന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇത്രയും വലിയ കൃപ കിട്ടിയപ്പോഴേക്കും ആൾ അകത്ത് കയറിക്കൂടി. 5 മാസത്തേക്കെന്നാ പറഞ്ഞിരിക്കുക. 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. പിന്നീട് അവളൊരു വാക്കവിടെ പറയുന്നുണ്ട്, എലിസബത്ത്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. ഒരു നല്ല കാര്യം ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവക്കാരാണെന്ന് വേണം പറയാൻ. അല്ലെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങി പറയണ്ടേ, ഇത് കർത്താവിത എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കൊരു കുഞ്ഞു കിട്ടാൻ പോകുന്നു, ഇത്രയും കാലം പ്രാർത്ഥിച്ചതിന്റെ ഫലം. അന്നത്തെ സാക്ഷ്യം പറയാനൊക്കെ അവസരം ഉണ്ടായിരുന്നൊന്നും അറിയത്തില്ല. എന്തായാലും എലിസബത്ത് അമ്മ അകത്ത് കയറി ഇരിക്കുകയാണ്. ഓക്കെ, സംഭവം ഇങ്ങനെയൊക്കെ പോകുന്നു. ഇനി 39-ാം തിരുവചനത്തിലേക്കാണ് ഞാൻ നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാനായിട്ട് ആഗ്രഹിക്കുക. 39 തുടങ്ങി 45 വരെയുള്ള തിരുവചനങ്ങളിൽ പരിശുദ്ധ അമ്മ ഈശോയോട് കൂടി ഈ വീട്ടിൽ വരികയാണ്. അപ്പോൾ നമ്മളൊന്ന് ഓർത്ത ഈ 45-ാം ഈ ഒരൊറ്റ വചനത്തിനാണ് എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് പങ്കുവെക്കാനായിട്ട് തോന്നിയത് ഇതാണ്: കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇത് വളരെ അർത്ഥവത്തായിട്ട് എലിസബത്ത് പറയുന്ന ഒരു കാര്യമാണ്. കാരണം എന്നാണെന്നറിയാമോ? ഈ സക്കറിയയുടെ എഴുത്തും എലിസബത്തിന്റെ വായനയും. മുഖനല്ലേ, മിണ്ടത്തില്ലല്ലോ. ആക്ഷൻ കാണിച്ചും വായിച്ചും എലിസബത്ത് തീർച്ചയായിട്ടും മടുത്തിട്ടുണ്ടാവണം. 4 മാസമായില്ലേ സംഭവം തുടങ്ങിയിട്ട്. അപ്പോഴ് ഈ പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ ഈ എലിസബത്തിന് പറയാനായിട്ട് തോന്നുകയാണ്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ അമ്മയോട് പറയുന്നു, മറിയത്തോട് പറയുകയാണ്, നിനക്കിങ്ങനെ ഇറങ്ങി നടക്കാനും പോകാനും ഒക്കെ സാധിക്കുന്നല്ലോ. കണ്ടോ, ഞങ്ങൾ രണ്ടും ഇതിനകത്തായി പോയി. എന്താ ഇതിന്റെ കാരണം? അവിശ്വാസം. നീ അവിശ്വസിച്ചില്ലല്ലോ കുഞ്ഞുമറിയം. അതല്ലേ ഇവിടെ ശരിക്കും പറയുന്നത്. പരിശുദ്ധ അമ്മയോട് അതല്ലേ പറയുന്നത്. എലിസബത്തിന് മുൻപിൽ പരിശുദ്ധ അമ്മ കുഞ്ഞുമേര് തന്നെയാണ്. നമുക്കറിയാം, മറിയം വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം മടുത്തു. അതായത് എഴുതി കാണിച്ചു കാണും, ഞാൻ അവിശ്വസിച്ചു, അതുകൊണ്ടാണ് മൂകനായി പോയതെന്ന്. എഴുത്തും വായനയും ഇത് തന്നെ. ഇനി അല്ലാത്ത സമയത്തിലൊക്കെ ആക്ഷൻ കാണിച്ച് ഈ എലിസബത്തിനെ കാര്യം ഗ്രഹിപ്പിക്കുന്ന സക്കറിയ. ഒന്ന് ഓർത്ത് നോക്കിയ വീട്ടിലെ സ്ഥിതി എന്താണെന്ന്. ഇത്രയും നാളും സംസാരിച്ച് സന്തോഷത്തോടെ നടന്നവരാണ്.
അതിൻ്റെ ഒരൊറ്റ കാരണം എലിസബത്ത് ഇവിടെ പറയുകയാണ്, ആ വിശ്വാസത്തിൽ വന്ന ഒരു തകർച്ചയാണ്. വിശ്വസിക്കാതെ പോയതാണ്. മറിയമേ, നിനക്കിത് വന്നില്ലല്ലോ, നീ അങ്ങോട്ട് ഗാഢമായി വിശ്വസിച്ചല്ലോ. ആ വിശ്വാസത്തിന്റെ, മറിയത്തിന്റെ ആ വിശ്വാസത്തെ എലിസബത്ത് ഇവിടെ പ്രകീർത്തിക്കാനുള്ള കാരണം അവിടെ ജീവിതത്തിൽ വന്ന കുഞ്ഞു കുഞ്ഞു അനിഷ്ട സംഭവങ്ങളാണ്. അനിഷ്ടമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും അത്രയും ദിവസം മിണ്ടിക്കൊണ്ടിരുന്നവർ ഒന്നും മിണ്ടുന്നില്ലെന്നേ, വായ അടഞ്ഞുപോയി കാണിക്കുകയാണ്. വല്ലോ അല്ലെങ്കിൽ വിളിച്ചു പറയാമായിരുന്നു, എലിസബത്തേ എന്ന് പറഞ്ഞ് പറയാമായിരുന്നു. വീട്ടിലെ സംഭവം ഓർത്ത് നോക്ക്, നമ്മുടെ വീട്ടിലേക്ക് നോക്ക്, എല്ലാവരും എപ്പോഴും സംസാരിച്ചോണ്ടിരുന്ന ഇപ്പം മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. എന്നാ ചെയ്യും? അപ്പോൾ ഒന്ന് ഓർക്കുക, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ച മറിയമേ, നീ ഭാഗ്യവതി എന്ന് എലിസബത്ത് പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ എലിസബത്തിന്റെ ജീവിതാനുഭവം നമുക്കുണ്ടോ? ഈ എലിസബത്തിന്റെ ജീവിതാനുഭവം നമുക്കുണ്ടോ? ഈ ഒരു മൂകമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ജീവിതം, എഴുതി മടുത്ത സക്രിയയുടെ ജീവിതം, ഇത് വായിച്ചും ധ്യാനിച്ചും അല്ലെങ്കിൽ ഗ്രഹിച്ചെടുത്ത് തന്നെ സമയം പെട്ടെന്ന് പോയി. എന്തായാലും ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ നമുക്കിവിടെ, മീൻസ് എല്ലാം നല്ലതാണെങ്കിലും ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇതാണ്. സക്രിയയുടെ ആ സാന്നിധ്യവും എലിസബത്തിന്റെ വായനയും എഴുത്തും എല്ലാം കണ്ടാലും ഈ സ്നാപകയോഹന്നാൻ വലിയ കുഴപ്പമൊന്നും സംഭവിച്ചില്ല. സ്നാപകയോഹന്നാൻ വലിയ യാന്ത്രിക മുറിവുകളൊന്നും ഇല്ലാതെ ആളെ പുറത്ത് ചാടി വന്നു. ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ മുഴുവൻ സ്നാപകയോഹന്നാൻ വളരെ ധീരമായിട്ട് ചെയ്തു. മരിക്കാം, കാട്ടിപ്പോണേ, എന്താണ് ധരിക്കേണ്ടത്, ഒന്നുമില്ല. വളരെ ധീരനായ വ്യക്തി തന്നെയായിരുന്നു സ്നാപകയോഹന്നാൻ. നമുക്കറിയാം, ഇവിടെ ഈ കുനിഷ്ഠമുള്ള അവിശ്വസ്തതയുടെ മുറിവുകളൊന്നും, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ കുറവുകളൊന്നും സക്രിയയിൽ ഏൽക്കാനായിട്ട് ദൈവം അനുവദിച്ചില്ല എന്നുള്ളൊരു നല്ല കാര്യം. ഇനി ഇതിന്റെ കൂടുതൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. ഇവിടെ സക്രിയയ്ക്കും എലിസബത്തിനും ഒരു മോനെ ഉണ്ടായിട്ടുള്ളൂ. പഴയ നിയമത്തിൽ ഹന്നായിക്കും ഒരു മോനൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ചിലരൊക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. ഒരു കുഞ്ഞ് മാത്രം അതുപോരാ, വാർദ്ധക്യത്തിലെത്തിയവർക്ക് മാത്രമേ ഒരു കുഞ്ഞിനെ വളർത്താനുള്ള അവകാശമുള്ളൂ കേട്ടോ. ചെറുപ്രായത്തിൽ കല്യാണം കഴിക്കുന്നവർക്ക് കുറേ കുഞ്ഞുങ്ങൾ വേണം, എന്നാലേ ശരിയാവത്തുള്ളൂ. അതിപ്പോൾ ഞാൻ കൂട്ടിച്ചേർത്ത് പറയുകയാണ്. ഇവർക്ക് കുഴപ്പമില്ല, ഇവർക്ക് ഇനി കിട്ടാൻ സാധ്യതയില്ലല്ലോ. വാർദ്ധക്യത്തിൽ കല്യാണം കഴിക്കുന്നവർക്ക് കുഴപ്പമില്ല, പക്ഷെ ചെറുപ്രായത്തിൽ കല്യാണം കഴിക്കുന്നവർ കൊച്ചു കുഞ്ഞുങ്ങളുള്ളത് നല്ലതാണ്, കുടുംബത്തിന്റെ ഐശ്വര്യമാണിത്. അപ്പോൾ നമ്മളൊന്ന് ഓർക്കുക, എന്താണ് ഈ പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും ഫലമായി ഇവിടെ കുടുംബജീവിതത്തിലേക്ക് ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഓരോ കുഞ്ഞും കൃപയുടെ നിമിഷമാണ്, ദൈവം സന്ദർശിക്കുന്ന നിമിഷമാണ്. എലിസബത്തിനും സക്രിയയ്ക്കും ഇതൊക്കെ അറിയാം. അവരത് മനോഹരമായി സ്വീകരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയാണ്. നമ്മൾ ഓർക്കുന്നു, ഇവിടെ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ച് ഈ എലിസബത്തിന് ഈ അമ്മയുടെ വിശ്വാസത്തിന്റെ ആഴങ്ങൾ വല്ലതും മനസ്സിലായോ? ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തെല്ലാം ജീവിതപാതയിലൂടെ ഇനി പരിശുദ്ധി അമ്മ നീങ്ങേണ്ടതുണ്ട്. പരിശുദ്ധി അമ്മയ്ക്ക് നീ എന്തെല്ലാം നമുക്കറിയാം. കാൽവരിയുടെ ആ ചുവട് വരെയും വിശ്വാസത്തിന്റെ ആഴത്തിലാണ് പരിശുദ്ധി അമ്മയുടെ യാത്ര. നമ്മൾ അതൊക്കെ കണ്ടിട്ടാ എലിസബത്ത് പറഞ്ഞെന്നൊക്കെ പറയും. ഞാൻ വിചാരിക്കുന്നില്ല എലിസബത്ത് കണ്ടിട്ടാ പറയുന്നതെന്ന്. എലിസബത്ത് പറയുന്നത് സ്വന്തം ജീവിതത്തിന്റെ അനുഭവം വെച്ചുകൊണ്ടാണ്. നിനക്ക് ഇങ്ങനത്തെ ദൈവകൃപയ്ക്ക് ഒരു തടസ്സം അല്ലെങ്കിൽ ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് എലിസബത്ത് ഇവിടെ പറയുക, എന്താണ്, കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ച നീ ഭാഗ്യവതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസ ജീവിതത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? വിശ്വസിച്ചാൽ സ്വർഗം തുറക്കപ്പെടും എന്ന് എന്തോരു വചനം നമ്മൾ ശ്രവിച്ചിട്ടുണ്ട്, എന്തോരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങിയിട്ടുണ്ട്. ഈ വിശ്വാസത്തിന്റെ ദീപശിഖ ഇനിയും നമ്മുടെ ജീവിതത്തിൽ വേണ്ടവണ്ണം കത്തിജ്വലിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ഇവിടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് നമ്മുടെ ജീവിതത്തെ നോക്കി കാണണ്ടേ? എവിടെയാ എൻ്റെ വിശ്വാസത്തിന്റെ ജീവിതം? കാണാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് സംഭവിക്കുമെന്ന്, അല്ലെങ്കിൽ കർത്താവ് എനിക്കത് ചെയ്തു തരുമെന്നുള്ള ആ ദൃഢമായ ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഇനിയും വന്നിട്ടുണ്ടോ? അതുകൊണ്ട് എത്ര തവണ സ്വർഗം തുറക്കപ്പെടാതെ പോയിട്ടുണ്ടാവും, എത്ര തവണ ദൈവാനുഗ്രഹത്തെ നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ടാവും. കർത്താവ് കൃപയുമായി കടന്നു വന്ന നിമിഷങ്ങളിൽ ഞാൻ വിശ്വാസവുമായി അവിടെ ഇല്ല. സത്യത്തിൽ ഇവിടെ കുഞ്ഞുണ്ടാകുന്ന കാര്യത്തിലൊന്നും സക്രിയയ്ക്ക് വിഷമം ഉണ്ടായി കാണിയല്ല, കാരണം ദൈവത്തിന്റെ സംസാരമാണല്ലോ. പക്ഷെ ആ ചോദ്യത്തിലാണ് തെറ്റുപറ്റി പോയത്, ഇങ്ങനെ ഇനിയിപ്പം നടന്നത്. പക്ഷെ എന്താ ചോദ്യത്തില് തെറ്റുവരാൻ പാടില്ലായിരുന്നു, കാരണം വാർദ്ധക്യത്തിൽ കുഞ്ഞുങ്ങളുണ്ടായ പല സംഭവങ്ങളും ബൈബിളിലുണ്ട്.
അതാണ് ഈ സക്രിയാക്ക് ഈ ദൂതൻ ഇത്ര അരിശം വരാൻ കാരണം. ദൂതൻ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. അറിയണമായിരുന്നു, പഴയ നിയമത്തിൽ പലർക്കും വാർദ്ധക്യത്തിൽ കുഞ്ഞുങ്ങളുണ്ട്. അബ്രാഹത്തിന് നമുക്കറിയാലോ, ഞാൻ പറയണ്ട, അബ്രാഹത്തിന് ഹന്നായ്ക്കുണ്ടാകുന്നു, മനോവയ്ക്കുണ്ടാകുന്നു. ഇത് ഈ പുരോഹിതൻ പഠിക്കേണ്ടതായിരുന്നു, ഓർക്കേണ്ടതായിരുന്നു. ഈ വലിയ സംഭവം വന്നപ്പോൾ ഓർക്കണം, ജീവിതത്തിൽ ഓർക്കണം. നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ കുടുംബത്തിൽ ദൈവം ചെയ്ത വൻ കാര്യങ്ങളെ നമ്മൾ ഓർക്കണം, അത് മറന്നു പോകരുത്. എത്രയോ രോഗത്തിന് നടുവിൽ, ദാരിദ്ര്യത്തിന് നടുവിൽ, സങ്കടങ്ങളുടെ നടുവിൽ നമ്മളെ താങ്ങിപ്പിടിച്ച് ദൈവത്തെ മറന്നുപോയോ? അത് ഓർത്തിരുന്നാലേ വിശ്വാസത്തിന്റെ ദീപശിഖ നമ്മുടെ ജീവിതത്തിൽ ആളി കത്തുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പതറിപ്പോകും. അപ്പോൾ ഓർക്കണം ഈ എലിസബത്തിന്റെ വാക്കുകൾ, നീ വിശ്വസിച്ച നീ ഭാഗ്യവതി എന്ന്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെ പോലെ ജീവിതപാതയിൽ യേശുവിന് ജന്മം കൊടുക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈശോ ഇവിടെ ഉണ്ട്. ഈശോയുടെ കരങ്ങളാണ്, ഈശോയാണ് നമ്മളെ നയിക്കുന്നത്. എൻ്റെ ഈശോയുടെ പ്രവൃത്തികളാണ്. ഈശോയെ പ്രഘോഷിക്കുവാൻ, ഈശോയ്ക്ക് ജന്മം കൊടുക്കുവാൻ നമുക്ക് അനേക അവസരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്താ നമുക്ക് സംഭവിക്കുന്നത്? വിശ്വാസത്തിന്റെ കുറവാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഒരു 10 വർഷമായി കുഞ്ഞില്ല. അപ്പോൾ ഈ ദമ്പതികളെ പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ഇവിടെ മാനസിക അവസ്ഥയൊന്ന് അറിയാനായിട്ട് ഞാൻ ചോദിച്ചു, ഈ ഒരു 10 വർഷമായല്ലോ നിങ്ങളിങ്ങനെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ മനസ്സിൽ കടന്നു പോകുന്ന ഒരു ചിന്ത എന്താണ്? സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ വിചാരിക്കുക? ഒരു ശകലമെങ്കിലും ഒക്കെ ഒരു ദുഃഖത്തിന്റെ അല്ലെങ്കിൽ ഒരു നിരാശയുടെ ഒരു നിഴലെങ്കിലും സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെയല്ലേ കണ്ടേക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി വൈഫ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. എനിക്ക് 100% ഉറപ്പാണ്, എന്നോട് പറയുക, എനിക്ക് 100% ഉറപ്പാണ് എൻ്റെ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കുമെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വർഷം 10ആയി. അവർ കുഞ്ഞുങ്ങൾ വേണ്ട എന്നും പറഞ്ഞത് നടന്നവരൊന്നുമല്ല. ഇപ്പം വേണ്ട, കുറച്ച് കഴിയട്ടെ എന്നോർത്ത് ആനന്ദിച്ച് നടന്നവർ, ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിച്ച് കുടുംബജീവിതം ആരംഭിച്ചു. പക്ഷെ 10 വർഷമായിട്ടും ഉണ്ടാകാത്ത ദമ്പതികളെ പ്രാർത്ഥിക്കുന്ന സാഹചര്യത്തിൽ ഈ സ്ത്രീ എന്നോട് പറയുകയാണ്, എൻ്റെ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കാതിരിക്കില്ല. കണ്ടു, ഞാൻ കുഞ്ഞുമായിട്ട് സിസ്റ്ററിന്റെ അടുക്കൽ വരുമെന്ന്. ഞാൻ ഉള്ളിന്റെ ഉള്ളറകളിൽ ദൈവത്തിന് നന്ദി പറയും. എന്തൊരു ദൃഢമായ വിശ്വാസമാണ്. നമുക്ക് സമയം അല്പമൊക്കെ മുന്നോട്ട് പോകും തോറും കൃപ ലഭിക്കുവാനുള്ള ആ വിശ്വാസത്തിന്റെ ആ ജാലകത്തെ നമ്മൾ അടച്ച് കളയുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് താമസിക്കുമ്പോൾ നമ്മൾ ദൈവം ആ കൃപ ചൊരിയുന്ന ആ വിശ്വാസത്തിന്റെ ആ വലിയ ശക്തിയെ, ആ വലിയ ചാനലിനെ നമ്മൾ അടച്ചു കളയുന്നവരെയാ നമ്മൾ കാണുക. ഞാനും നോക്കിയിരുന്നു ഈ സംഭവം ഒന്ന് കാണാനായിട്ട്. ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, വിശ്വസിച്ചു. ഈ പഴയ നിയമ പ്രവാചകന്മാരെ ഒന്നും ഞാൻ കൊണ്ടുവരണ്ടാലോ. എത്ര പേരുടെ ജീവിതം നമ്മുടെ കൈക്കുമ്പിളിൽ വെച്ചിട്ടാണ് കർത്താവ് നമ്മളെ ഈ ആധുനിക യുഗത്തിൽ കൊണ്ടു നടക്കുന്നത്. ഈ മീഡിയയുടെയും ആധുനിക യുഗത്തിന്റെയും അതിപ്രസരത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത് ഈ ജീവിതത്തിൽ ഒരിക്കലും മുങ്ങിത്താഴാൻ പറ്റാത്ത, ഈ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ ജീവിതം നശിച്ചു പോകാൻ ഇടയാകാത്ത രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന ആ വിശ്വാസത്തിന്റെ ആ ചരടാണ്. അത് പൊട്ടിപ്പോയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. വിശ്വസിക്കണം, എനിക്ക് കുഞ്ഞുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് ഇതാണ് പദ്ധതി, ഇതിലൂടെ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. അല്ലെങ്കിൽ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവരെല്ലാം ഇനി വിശ്വാസമില്ലെന്നൊന്നും വിചാരിച്ചേക്കല് കേട്ടോ, അങ്ങനെയൊന്നുമല്ല. ഇനി ഇല്ലെങ്കിൽ തന്നെ നമ്മൾ അതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ശക്തിയെ മനസ്സിലാക്കുക. ഒരിക്കലും ഒരു വ്യക്തികൾ പറയും, ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുങ്ങൾ പോലെയാണ് സിസ്റ്ററെ, ദൈവത്തിന് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി ഞങ്ങളെ ഫ്രീ ആക്കി ദൈവം വിട്ടിരിക്കുകയാണ്, ഞങ്ങൾ സന്തോഷിക്കുന്നു. വിശ്വാസം പോയോ എന്നതാണ്. എലിസബത്ത് ഉദ്ഘോഷിച്ചു, മറിയമേ, എന്താണ് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ച കുഞ്ഞുമേരി നീ ഭാഗ്യവതി എന്ന്. പ്രിയ സഹോദരങ്ങളെ, സ്വന്തം അനുഭവം കൊണ്ട് വിളിച്ചു പറഞ്ഞ എലിസബത്തിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നിഴല് പോലെ കടന്നു വരട്ടെ. അവിശ്വാസത്തിന്റെ മേഖലകളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവം വെച്ചിരിക്കുന്ന കൃപകൾക്ക് ഞാനൊരു തടസ്സമായി നിൽക്കുകയാണ്. ദൈവകൃപയെ ഞാൻ തടഞ്ഞു വെക്കുകയാണ്.
അവിടുത്തെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നതിന് പകരം എൻ്റെ വിശ്വാസത്തിന്റെ ആ തുലാശ് അതിങ്ങനെ താന്ന് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓർക്കണം, വിശ്വസിക്കണം, അടിയുറച്ച് വിശ്വസിക്കണം. എൻ്റെ ഈശോ അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ, ഈശോ അനുവദിക്കാതെ എന്നല്ല പറയേണ്ടത്, ഈശോ അറിയാതെ. അനുവദിക്കാതെ എന്ന് പറഞ്ഞാൽ അത് വേറെ അർത്ഥമായി പോകും. ഈശോ അറിയാതെ എല്ലാം എൻ്റെ ഈശോ അനുവദിച്ചു. ഈശോ എല്ലാം അനുവദിക്കുന്നതല്ല, എൻ്റെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ട് വന്നു പോയതാണ്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഈ ഓസ്ട്രേലിയയിൽ ജോലിക്ക് പോയൊരു സഹോദരനാണ്. അവിടെ ഒരു തരത്തിൽ ഇങ്ങനെ ചെന്ന് വിസിറ്റിംഗ് വിസയ്ക്കൊക്കെ ചെന്ന് സ്റ്റുഡൻ്റ് ആയിട്ടൊക്കെ ചെന്ന് പഠനമൊക്കെ ആരംഭിച്ച് ജോലിയൊക്കെ കിട്ടി, ഏകദേശം കിട്ടിക്കഴിഞ്ഞിട്ട് പുള്ളിക്കാരന് എന്താണ് വർക്കിംഗ് വിസയോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ഓരോ ദിവസം തള്ളി നീക്കി ഇപ്പം തിരിച്ചു വരേണ്ടി വരുമെന്ന്. എന്നിട്ട് ആ മനുഷ്യൻ അധികം പ്രായമൊന്നുമില്ല, 10-28 വയസ്സുള്ള ഒരു ചെറുപ്രായക്കാരൻ. അവൻ പറയുവോ, എൻ്റെ ഈശോ എനിക്ക് തരും, എൻ്റെ ഈശോ എനിക്ക് ജോലി തരും. അവന്റെ കൂടെയുള്ള എല്ലാവരും അവസാനം 2 പേരാണ് അവന്റെ കൂടെ പോയവർ അവിടെ നിൽക്കുന്നത്. അന്നേരവും അവൻ പറയുക, എൻ്റെ ഈശോ എനിക്ക് തരും. ഇങ്ങനെ വിശ്വാസത്തിൽ കർത്താവുമായി അള്ളിപ്പിടിച്ചിരിക്കുന്നവരെ ഈശോയ്ക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? ഉപേക്ഷിക്കുകയെന്ന് ബൈബിളിൽ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടില്ലേ? ആ രക്തസ്രാവക്കാരി സ്ത്രീ അങ്ങോട്ട് തൊട്ടു, വസ്ത്രത്തിന്റെ വിളിമ്പ് വിട്ടു. കണ്ടോ, കൃപ നിറഞ്ഞ ആ ദൈവിക ശക്തിയുടെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ നിന്നും അവിടെ അടുക്കിലേക്ക് സൗഖ്യം ഒഴുകുക. ഒന്ന് വിശ്വസിക്കുന്നേ, എൻ്റെ കർത്താവ് നിശ്ചയിച്ച സമയത്ത് ഇതെല്ലാം സംഭവിക്കുമെന്ന്. മറിയം ഇവിടെ ഒരു കുഞ്ഞു സംശയമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ, സക്രിയായെ പോലെ. പക്ഷേ അത് ഈ ഗബ്രിയേൽ ദേവദൂതനത്ര ഗൗരവമൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അതിലും വേറൊരു കാര്യം ഉണ്ടായിരുന്നു. മറിയം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇതെങ്ങനെയാ ഞാൻ സംഭവിക്കുക? അതായത് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന്. 1:35 നമുക്കറിയാതെ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി. പരിശുദ്ധാത്മാവെന്നും അത്യുന്നതന്റെ ശക്തി എന്നൊക്കെ പരിശുദ്ധമ്മ കേട്ടപ്പോഴത്തേനും പിന്നെ ഒന്നുമില്ല, ചോദ്യം ഇല്ല. പിന്നെ മറിയത്തിന് പിന്നെ ചോദ്യമേ ഇല്ല. ഈ നമ്മുടെ പ്രിയപ്പെട്ട സക്രിയായും എലിസബത്തും അവര് വിചാരിച്ചിരുന്നത് ഒരു കുഞ്ഞൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും പ്രവൃത്തിയായിട്ട് അവര് കരുതിക്കൊണ്ടിരുന്നതെന്നാണ് എനിക്ക് തോന്നുക. ഇത് ദൈവത്തിന്റെ ഒരു ഇടപെടലായിട്ട് അവർക്ക് കാണാൻ അത് പറ്റുന്നില്ല. ദൈവത്തിന്റെ ഇടപെടലാണെന്ന് കണ്ടാലല്ലേ ഈ പ്രായം, എന്ത് പ്രായം, ഇതൊക്കെ പ്രായമാണോ? അപ്പൊ അങ്ങനെ അവര് കുഞ്ഞിന്റെ ഒക്കെ ഒരു ജനനം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പുരോഹിതനാണെങ്കിലും പഴയ നിയമമൊക്കെ പഠിച്ചിരിക്കേണ്ട ഒരാളായിരുന്നുവെങ്കിലും അങ്ങനെയൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ ഈ പരിശുദ്ധി അമ്മയുടെ കുഞ്ഞു ചോദ്യത്തിന്റെ സംശയത്തിന് നന്നായിട്ടൊരു മറുപടി കൊടുത്തപ്പോഴത്തേനും പിന്നെ പരിശുദ്ധി അമ്മ ഒന്നും ചോദിച്ചിട്ടില്ല. എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അതോടുകൂടി ദൈവിക പദ്ധതിയുടെ മുഴുവൻ പൂർത്തീകരണം പരിശുദ്ധി അമ്മയിൽ സംഭവിച്ചു എന്നാണ് ഞാൻ പറയുക. സ്വർഗപിതാവിന് പിന്നെ ഒന്നും ചിന്തിക്കാനില്ലായിരുന്നു. അത്ര വലിയൊരു സമർപ്പണത്തിലേക്ക് പരിശുദ്ധി അമ്മ കടന്നു വരികയാണ്. വിശ്വസിച്ച മറിയമേ, നീ ഭാഗ്യവതി. നിന്റെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നതെല്ലാം ദൈവത്തിന്റെ ആ വലിയ മനോഹരമായ ആ വലിയൊരു കൃപയായിട്ട് നിനക്ക് സംഭവിക്കട്ടെ എന്നാണ് ഈ എലിസബത്തിന്റെ ആശംസ. എലിസബത്തിന്റെ ഇനി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതെല്ലാം ദൈവത്തിന്റെ മനോഹരമായ ഇടപെടലാകട്ടെ എന്ന് ഈ എലിസബത്ത് പരിശുദ്ധി അമ്മയെ ഇവിടെ അനുഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, പല കാര്യങ്ങളിലും നമ്മളിങ്ങനെ പേരൻസ് ഒക്കെ പറയൂലേ, കാർന്നോമാരൊക്കെ പറയൂലേ, കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ അങ്ങനത്തെ ഒരു മനോഭാവമാണോ നമുക്ക്? ഉറച്ച ഒരു തീരുമാനം, യേശുവിൽ നങ്കൂരം അടിച്ചിരിക്കുന്ന ഒരു തീരുമാനം, യേശുവിൽ ഉറച്ചു നിൽക്കുന്ന ഒരു തീരുമാനം നമുക്കുണ്ടോ? എൻ്റെ കർത്താവ് അനുവദിക്കുന്ന അത്രയും എനിക്ക് മതി. ഞാൻ കോളേജിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടാണ് സിസ്റ്ററാകാനായിട്ടൊക്കെ വന്നതും പഠിച്ചൊക്കെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവൾക്കൊരു സ്ത്രീത്വത്തിന്റെ ഒരു വളർച്ചയോ ഒന്നും ഇല്ല. ഒരു കൊച്ചു പെൺകുട്ടിയെ പോലെയാണ്. പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ അങ്ങനെയായിരുന്നു, അവൾക്ക് വളർച്ചയില്ലായിരുന്നു. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കും, അവൾക്ക് എന്തേമേ ഭാവിയിൽ എന്തായിരിക്കും ഇവളുടെ വിചാരം. കാരണം ഒരു കൊച്ചു കുട്ടിയുടെ കൂട്ടാണ്, വളർച്ചയില്ല, ശാരീരിക വളർച്ചയില്ല, ഒന്നുമില്ല, സ്ത്രീത്വത്തിന്റെ ഒന്നുമില്ല അവൾക്ക്. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, ഇവള് ഭാവിയിൽ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, എന്തായിരിക്കും ഈശോ ഇവൾക്ക് വേണ്ടി വെച്ചിരിക്കുക. അങ്ങനെയൊക്കെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി ഇരുന്ന് പറയും, പാവം കുട്ടിയാണ്, കുഴപ്പമില്ല, പൊക്കവും ഒക്കെ ഉണ്ട്, പക്ഷെ വേറൊന്നുമില്ല അവൾക്ക്, അങ്ങനത്തെ ഒരു കുട്ടിയാണ്.
അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. 100-200 പേരുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ ഞങ്ങൾ വന്നിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ദൈവം, അവൾ പറയും, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് ഓർത്ത് നോക്കിക്കേ. എങ്ങനെയാ നമുക്കിത് പറയാൻ സാധിക്കുക? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഒന്ന് ഓർത്തു നോക്കിക്കേ. 1000 അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് ഈ വചനം ശ്രവിക്കുക. പക്ഷെ ഒരു ചെറിയൊരു ആവശ്യത്തിന് മുൻപിൽ നമ്മളിപ്പോൾ തളർന്നിരിക്കുന്നവരല്ലേ എല്ലാവരും. അത് മാത്രമൊന്നും നടന്നില്ല, ഒരു കുഞ്ഞിക്കാര്യം നടന്നില്ല, ഒരു ലോൺ എടുത്തിട്ട് അതൊന്നും അടയ്ക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്താണ് വെച്ച വാഴയെല്ലാം കൊമ്പുകുത്തി വീണുപോയി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ജോലി മാറി ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടന്നു. ചിലർ പറയും, സിസ്റ്ററെ ഗൾഫിലാണ്, വിസ ഇപ്പം തരും കേട്ടോ, ഇപ്പം തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്നാ പറയുന്നത്. പ്രാർത്ഥിച്ചിട്ട് പോയെങ്കിൽ പോട്ടെ, അത്ര തന്നെ വിശ്വസിക്കണം. എൻ്റെ ഈശോ ഇത്രേ വെച്ചിട്ടുള്ള നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നീ എല്ലാം അരുൾ ചെയ്തത് വിശ്വസിച്ച മറിയമേ, നീ ഭാഗ്യവതി. ജീവിതത്തിൽ എന്നും എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ നോക്കി പറയേണ്ട ഒരു കാര്യമായത്, നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്, നീ എനിക്ക് അമൂല്യമാണെന്ന് എന്നെ നോക്കി പറയണമെങ്കിൽ വിശ്വാസത്തിന്റെ ദീപശിഖ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. ഇത് മതി, എൻ്റെ ജീവിതത്തിൽ ഇത്രയും മതി. അങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ടോ ഈ വചനം കേൾക്കുമ്പോൾ? അതോ മനസ്സിങ്ങനെ ചിതറി വേറെ എവിടെയോ കിടക്കുകയോ? ഞാനിവിടെ ഉണ്ടെങ്കിലും എൻ്റെ മനസ്സും ചിന്തകളും ദൈവത്തിന്റെ പക്കലേ ഇല്ല. ദൈവത്തിന്റെ പക്കൽ മനസ്സുറപ്പിക്കുവാനായിട്ടുള്ള ദൈവം തന്നിരിക്കുന്ന കാന്തമാണ്, ദൈവം തന്നിരിക്കുന്ന ശക്തിയാണ് ഈ വിശ്വാസം. എൻ്റെ ദൈവം അറിയാതെ ഒന്നും വരികയില്ല. ഞാനൊരിക്കലും ഓർക്കുകയാണ്, ഒരു വ്യക്തി ഭയങ്കര പേടി, എല്ലാത്തിനും ഭയത്തിന്റെ ഉടമയാണ്. പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അത് ഇറങ്ങുന്നിടം വരെ ഇങ്ങനെ ചെയ്യുമ്പോൾ താഴെ പോവോ ഓർത്ത് നോക്ക്. അതാ പൈലറ്റ് നോക്കിക്കോളൂ. ട്രെയിനെ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിലും പേടി, ഈ പാളം തെറ്റുവോ. ഇനി ഫ്ലാറ്റിൽ വലിയ കെട്ടിടത്തിന് മുകളിൽ ചെല്ലുവാണെങ്കിൽ ഇത് ഉരുണ്ട് വീഴുവോ. ഒന്ന് ഓർത്ത് നോക്കി. അങ്ങനെയുള്ള വല്ലവരും ഉണ്ടോ ഇപ്പൊ ഈ വചനം കേൾക്കുന്നിടത്ത്? ഇതൊക്കെ നമ്മൾ ഓർക്കുക. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ട ദിവസങ്ങളും നാഴികകളും എല്ലാം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തോട്ടും പോകുകയില്ല, ഇപ്പുറത്തോട്ടും പോകുകയില്ല. ഞാൻ എൻ്റെ ദൈവത്തിൽ അടിയുറച്ചങ്ങ് വിശ്വസിക്കുക, അത്രേ എനിക്ക് മതി. നമുക്ക് കൈകൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. ഈശോയെ, ഇനിയും ഞാൻ എത്ര ദൂരെയാ വിശ്വാസത്തിന്റെ കാര്യത്തില്. നീ ഇത്രയും സമീപസ്ഥനായിട്ട് രാവിലും പകലിലും എനിക്ക് ശ്വസിക്കാൻ വായു തന്ന്, എനിക്ക് ജീവിക്കേണ്ടതെല്ലാം ഒരുക്കി, മനോഹരമായ പ്രപഞ്ചത്തെ അണീച്ചൊരുക്കി, എല്ലാ ജീവജാലങ്ങളിലൂടെയും അങ്ങയുടെ ദിവ്യ സാന്നിധ്യം എനിക്ക് വെളിപ്പെടുത്തി തന്ന്, എനിക്ക് ജീവനും ആയുസ്സും എല്ലാം നീട്ടിത്തന്ന്, ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും മനസ്സിരുവയിൽ നിന്നും എന്നെ കാത്തുപരിപാലിച്ച് പരിപാലനയുടെ കുടക്കീഴിൽ സംരക്ഷിക്കുന്ന നല്ല ഈശോയെ, അങ്ങേ ഇനിയും വേണ്ടവണ്ണം അനുഭവിക്കാൻ, വിശ്വസിക്കുവാൻ മറന്നുപോയ സാധിക്കാത്ത നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയുമായ ഒരു ജീവിതം എന്നും നയിക്കുവാനായിട്ട് അങ്ങനെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.